സിനിമ ക്രിറ്റിക്സ് പണ്ട് പത്രത്തിലും ലേഖനങ്ങളിലും മാത്രം എഴുതിയിരുന്ന ആൾക്കാരെ നമുക്കറിയാം. പക്ഷെ അതൊന്നും ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ചിലപ്പോൾ വളരെ കുറച്ചു പേര് അത് വായിച്ചിട്ട് സിനിമയ്ക്ക് പോവാണ്ടിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയന്റെ യുഗമാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ധാരാളം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പല റിവ്യൂവേഴ്സ്, ഇപ്പം പേരെടുത്ത് പറയാനാണെങ്കിൽ നമ്മുടെ അശ്വന്ത് കോക്ക്, ഓക്കെ, ഇഷ്ടംപോലെ പേരുണ്ട്, ഇൻക്ലൂഡിങ് എന്റെ പേര് പറയാം. ഞാൻ ചില സിനിമയ്ക്ക് റിവ്യൂ ചെയ്യലുണ്ട്. സോ ഞാൻ അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഭയങ്കരമായി പഠിച്ചിട്ടെല്ലാം റിവ്യൂ ചെയ്യുന്നതാണെങ്കിലും എനിക്ക് ആ സിനിമയെന്ന് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഒരു അശ്വന്ത് കോക്ക് പറയുന്ന ഒരു സാമ്പിളായിട്ട് അയാൾ എടുക്കുകയാണ്. അയാൾ പറയുന്ന ചിലപ്പം നേരെ വൈസ് വേഴ്സ ആയിട്ടായിരിക്കും ഇതേ സിനിമ OTT-യിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടതാണ്, റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോമാളിത്തരം കാണിച്ച് നടക്കുന്ന കുറച്ച് പേരുണ്ടോ. ഇപ്പോ നമ്മളെല്ലാരും ആറാട്ട് സിനിമയ്ക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആറാട്ട് അലിൻ ജോസ് പെരേര, ഞാൻ പറഞ്ഞ AJP LJP തമ്മില് മാറിപ്പോയി. അപ്പോ ഇവര് തമ്മില് ഇത് നമ്മൾ ഡയറക്ട്ലി നമ്മൾ സിനിമ കാണാൻ വേണ്ടിട്ട് മനീഷേട്ടനെ പേഴ്സണലി എഫക്ട് ചെയ്യലുണ്ടോ? നമ്മുടെ സൊസൈറ്റിക്ക് എഫക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് ബേസിക്കലി സിനിമയ്ക്ക് മാത്രമല്ല മനുഷ്യൻ കുറച്ചുകൂടി പറ്റിയ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാന്നുള്ളതിൽ ഇൻവോൾവ് ആയി തോന്നാറുണ്ട്. അതിന്റെ ഒരു ആഫ്റ്ററാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ റിവ്യൂസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങളുടെ വില കൂടി, അപ്പൊ എടുക്കുന്ന സാധനം യൂസ്ഫുൾ ആയിരിക്കണം ചെയ്യുന്നതാണ്. ഒരു മൊബൈൽ വാങ്ങിക്കുന്നു, നമുക്ക് മൊബൈലിനെ കുറിച്ച് അറിയില്ല, നമ്മൾ ആദ്യം ചെയ്യുന്നത് മൊബൈലിനെ കുറിച്ച് ലൈറ്റ് അറിയുന്ന ആരെങ്കിലും റിവ്യൂ അല്ലെങ്കിൽ ഒരു നമ്മൾ ഏത് മൊബൈലാണ് നല്ലത് എടുക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ അറിയുന്ന മൊബൈലിനെ കുറിച്ചൊക്കെ അറിയുന്ന. അപ്പൊ ഒരു ലാപ്പ് എടുക്കാൻ പോകും, ഒരു ടെക് കെയറിൽ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ജോലി ചെയ്യുന്ന ഏതെടുക്കണം നമുക്ക് ഒരു സജഷൻ ചോദിക്കും. ഈ സജഷനാണ് റിവ്യൂ എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പടം നല്ലതാണ്, കുഴപ്പമില്ല, അപ്പൊ കാശ് കൂടുതലാണ്, അപ്പൊ 150 രൂപ കൊടുത്താലും കുഴപ്പമില്ല. നമ്മളൊക്കെ സിനിമ കാണുന്ന കാലത്ത് 20-21 രൂപ ആ ഒരു റേഞ്ചേ ഉള്ളൂ, കുഴപ്പമില്ലാത്ത തിയേറ്ററുകളിൽ. പക്ഷെ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കൂടിയിട്ടുണ്ട്. അതല്ല കാലഘട്ടത്തിന്റെ പൈസ മാറ്റല്ലേ ഞാൻ പറയുന്നത്. അതായത് 150 രൂപ എന്ന് പറയുമ്പോ ഇന്ന് നമ്മള് ചിന്തിക്കും 1000 രൂപ ഒരു ഡെയിലി വേജിന് കിട്ടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും ചിന്തിക്കും 150 രൂപ പൈസ. അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റിവ്യൂ ഇതൊന്നുമില്ല, നമ്മൾ കാണുക, കണ്ടിട്ട് നമ്മളുടെ അഭിപ്രായം വിലയിരുത്തുക. കണ്ടില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമില്ല. നമ്മൾ ഈ പറഞ്ഞിട്ട് ഇവര് പേപ്പറിലല്ല റിവ്യൂ എഴുതണേ, സിനിമാ ഭാഷകളിൽ അവിടെ പഠിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ സാധനം കാണൂല, വായിക്കണവരെ കാണൂല. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, വില കൂടിയിട്ടോടെ കാണുമ്പോ വായിച്ചാൽ വായിച്ചു, അത്ര തന്നെ ഉള്ളൂ. അപ്പോ അത് ആ റിവ്യൂ എന്ന് പറയുന്ന സാധനം അന്നത്തെ കാലം പോലെ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളപ്പോ ഈ ശ്രദ്ധിക്കുമ്പോ ചിലപ്പോ നല്ല സിനിമകളാണെങ്കിൽ ഈ റിവ്യൂന്റെ ഒരു ഇതുകൊണ്ട് വീഴാനൊക്കെ സാധ്യതയൊക്കെയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാസമായിട്ടുള്ള ഒരാൾക്കാര് ഇങ്ങനെ പറഞ്ഞ് കാണാണ്ടിരിക്കും, ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ പടത്തിന് സ്റ്റാൻഡ് കിട്ടാണ്ടാവും. ആ തിയേറ്ററുകാർ നോക്കുമ്പോ എന്താണ് സ്റ്റാൻഡ് കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു സിനിമ ഒന്നും എടുക്കണമെങ്കിൽ അവർ ഇതിനകത്ത് മടക്കാം. ഗപ്പിയൊക്കെ തള്ളിപ്പോയ സിനിമയാണ്, മനസ്സിലായി. റിവ്യൂ പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഏത് അപ്പൊ ഓഡിയൻസിനെ. അതേപോലെ ജയിച്ച സിനിമകളും ഉണ്ട്. ഇപ്പോ ഞാൻ പറയാം, നമ്മുടെ വെറുതെ പോയിരുന്ന് തട്ടത്തിമറത്തിന്റെ കൂടെ ഇറങ്ങിയ ഒരു സിനിമയാണ് നമ്മുടെ ഹോസ്റ്റൽ ഇതായിട്ടുള്ള വളരെ അത് അങ്ങനെ സക്സസ് വാങ്ങി. തട്ടത്തിമറത്ത് ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന സിനിമ ഏതാ അറിയോ? നമ്മുടെ ഈ വിനീത് ശ്രീനിവാസന്റെ അനിയനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കോളേജ് സിനിമ, മറ്റേ പ്രേതൊക്കെ വരും, എന്റെ മാവൻ പൂത്ത എന്ന പാട്ടൊക്കെ ഉള്ള. അയ്യോ ഞാൻ പേര് കിട്ടുന്നില്ല, എന്റെ മാവൻ പൂത്ത. അതിന്റെ കൂടെ അങ്ങനെ എന്തോ ഒരു വലിയൊരു സിനിമന്റെ കൂടെ ഇറങ്ങി. അപ്പൊ അങ്ങനെ അതിലൂടെ രക്ഷപ്പെട്ട സിനിമകളും ഉണ്ട്. അല്ല, അത് തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ട് മറ്റേ സിനിമ ടിക്കറ്റ് ഇട്ടാണ്ടിരിക്കുമ്പോ മാനസിക വിഷമത്തിൽ ഏതെങ്കിലും ഒരു സിനിമ ആണെന്ന് പറഞ്ഞിട്ട് കളക്ഷൻ കിട്ടിപ്പോണ സിനിമകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞ റിവ്യൂ ചെയ്താലും ചെയ്തില്ലേലും സിനിമകൾ ഇപ്പൊ പഴയ പോലെ ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചു വെച്ചില്ലേ പിടിച്ചു വെക്കേണ്ട എന്തെങ്കിലും കാരണം അല്ല. അതായത് ബ്രഹ്മാണ്ഡ സിനിമകളെ തിയേറ്ററിൽ പോയി കാണണം. ബേസിക്കലി ചെറിയ കാസ്റ്റിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോവില്ല. ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിയും അവനീ പറഞ്ഞത് മമ്മൂട്ടി സിനിമ 100 കോടി അടിക്കാത്തതിന്റെ കാര്യം എന്താ? മമ്മൂട്ടിയുടെ സിനിമകൾ വരുന്നത് വെച്ചാൽ കഥാപരമായിട്ടുള്ള സാധനങ്ങളാണ്, സാധനം ഇല്ലാന്ന്. ആളുകൾക്ക് എന്താണ് ഈ ബാഹുബലിക്കൊക്കെ ശേഷം ഉണ്ടല്ലോ, ബാഹുബലി, KGF, കാന്താര ഇങ്ങനെയുള്ള സിനിമകൾ വന്നതിന് ശേഷം ഉണ്ടല്ലോ സിനിമകൾക്കാണ് ഏത് അത്രയും. അല്ലെ പിന്നെ ഈ വാഴ പോലത്തെ മറ്റേത് നല്ല അഭിപ്രായം കേൾക്കുന്ന സിനിമകള്
കളർഫുൾ ആയിട്ടുള്ള സ്ക്രീനിൽ തന്നെ കാണണം തോന്നുന്ന സിനിമകൾ, കല്ലുമാല പോലെ സ്ക്രീനിൽ തന്നെ കാണണം എന്നുള്ള സിനിമകൾക്ക് പ്രേക്ഷകനുള്ളൂ. അപ്പൊ നമുക്ക് AJPന്റെ ഈ പറഞ്ഞ പോലെ ആറാട്ടിന്റെ കാര്യങ്ങൾ, ആറാട്ടൊന്നും റിവ്യൂ ഒന്നും അല്ല, അവരൊന്നും റിവ്യൂവേഴ്സും അല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. ഞാൻ അവരെ ഈ പറഞ്ഞോട്ട് ശ്രദ്ധിക്കാറ് തന്നെ ഇല്ല. ഒന്നാമത്തെ കേസ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാ അവര് ഇവിടെ കോമാളിത്തരം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. നമ്മളതും അല്ല, അവർക്ക് സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് സ്പേസ്, നമ്മൾ എന്റർടൈൻ ചെയ്യുന്നതാണ് സ്പേസ്. മമ്മൂട്ടിയായാലും മോഹൻലാലായാലും അവരുടെ സിനിമ നമ്മൾ കണ്ടില്ലെങ്കിൽ അവരോട്ടും ആരുമാരുടെയൊന്നല്ല, മനസ്സിലല്ലേ, ഒരാളുടെ കുത്തകല്ല മതി. അപ്പൊ ആറാട്ടും AJPയും അവരാണ് ഇപ്പൊ ഈ ഒരു അവരെ നിലനിർത്തുന്നത് നമ്മളാണ്. നമ്മളില്ലെങ്കിൽ നമ്മളിപ്പോ അവരെ മൈൻഡ് ചെയ്യാണ്ടിരുന്ന അവര് പോയി എല്ലാം. ഇപ്പൊ ആറാട്ടം തന്നെ അവിടെ വന്നിരിക്കുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആറാട്ടം എന്ത് ചെയ്യും? ഒരാൾ മൈക്ക് കൊണ്ട് ചെല്ലുന്നില്ല, ഇല്ല. ആറാട്ട് വീഡിയോ സ്വന്തമായിട്ട് എടുത്തിടുന്നു, ആരും കാണുന്നില്ല. നമ്മൾ തീരുമാനിക്കണം, വേണ്ട, കഴിഞ്ഞില്ലേ. നമുക്കത് വേറൊരു ഇതായിട്ട് തന്നെ ചെയ്യാം പറ്റുകയാണെങ്കിൽ. ആറാട്ട് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇന്റർവ്യൂവിന് ക്ഷണിക്കാം. അപ്പോ ഇത്ര നേരം സംസാരിച്ച മിസ്റ്റർ മനീഷ്, ഇതിനോട് ചേർത്തിട്ട് എങ്ങനെയുണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ? ഇപ്പൊ തിരക്കാണോ? തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വരയ്ക്കുന്ന സംഭവം എന്തേലും ആരെങ്കിലും വിളിച്ചോ വീഡിയോ കണ്ടിട്ട്? അത്രയ്ക്കൊന്നും ആയിട്ടില്ല. അപ്പം എന്തായാലും നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് സംബന്ധമായിട്ടുള്ള എന്ത് ചോദ്യങ്ങളും ചോദിക്കാം, അതുപോലെ എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമും ഫോൺ നമ്പറും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഫോട്ടോ എന്തെങ്കിലും വരച്ചു കൊടുക്കുക, ഒരു അർജന്റ് ആയിട്ട് എമർജൻസി ആയിട്ട് എന്ത് നീഡ് ഉണ്ടെങ്കിലും മിസ്റ്റർ മനീഷിന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ക്യാൻവാസ് അല്ലേ പറയാ വരയ്ക്കുന്നത്? അപ്പൊ ഇദ്ദേഹത്തിനെ വിളിച്ചാൽ മതി. കൊടുങ്ങല്ലൂർ സ്വദേശിയും കൂടിയാണ്. അപ്പോ നമുക്ക് ഇതിനൊക്കെ മെച്ചപ്പെട്ട ഒരു വിഷയമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യുക. അപ്പോ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ. അപ്പൊ ഇതേപോലുള്ള ടോക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവന്നു, എന്തെങ്കിലും മാറ്റം നിങ്ങൾ കൊണ്ടുവന്നു വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ശ്രീരാം ആൻഡ് മനീഷ് സൈനിങ് ഓഫ് ഫ്രം ദി കേരള ക്ലിക്സ് വ്ലോഗ്സ് പോഡ്കാസ്റ്റ്. താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ. ടിൽ ദെൻ ബൈ.